ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പം ഇതിൻ്റെ ബാൽക്കണിയുള്ള മുറ്റല്ല കേട്ടോ. ഞാൻ ഇത്താദിൻ്റെ വീട്ടിൽ വന്നാണ് ഉമ്മനെ കാണാൻ. ജംഷാൻ്റെ ഉമ്മക്ക് ഒട്ടും വയ്യേനു. ഞാൻ പറഞ്ഞിരുന്നല്ലോ, എറണാകുളത്തെ കല്യാണം കഴിഞ്ഞ തന്നെ തുടക്കം എല്ലാവർക്കും വയ്യാണ്ടായി. ഉമ്മക്ക് കുറച്ച് അധികമായി പോയിട്ടോ, പനിയും കഫക്കെട്ടൊക്കെ ആയിട്ട്. നല്ല കാറ്റും മഴയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഓട്ടോറിക്ഷ കയറിയ പാടത്തെ വീട്ടിലേക്ക് കയറിയ പാടത്തെ നല്ല കാറ്റും മഴയും. അപ്പം അന്നൊക്കെ കഴിച്ചിലായി. പിന്നെ നേരെ കിച്ചണിലേക്ക് വന്നു. ഉമ്മനെ കണ്ട് പിന്നെ കിച്ചണിലേക്ക് പോയപ്പം ഇവിടെ ഇതൊക്കെ നല്ല പണിയാണ്, ചോറും കറിയൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പം നമ്മൾ വിളിച്ച് പറഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ വരുന്നത്. ഇവിടെ എന്തായാലും രണ്ടാൾക്കുള്ള ഫുഡ് എന്തായാലും ഉണ്ടാവും. ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല ആ ഫുഡിൻ്റെ കാര്യത്തിലൊന്നും. വിളിച്ചറിയാതൊക്കെയാണ് വന്നത്. പിന്നെ എൽത്തൂരത്തെ നാത്തൂനും മോളും ഉണ്ടായിരുന്നു. മോൻ അതിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ ഇറങ്ങി വരാം കേട്ടോ. താത്തൻ്റെ പേരക്കുട്ടിയാണ്. അങ്ങനെ പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് ഇങ്ങനെ സംസാരിച്ചൊക്കെ ഇരുന്നു കേട്ടോ. അപ്പോൾ നല്ല രസമാണ് ഇവിടെ വന്നാൽ ഇങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് വർത്താനൊക്കെ പറയൽ. ഈ ഒരാളെന്ന് വെച്ചാൽ ചേച്ചി നമ്മുടെ താൻ്റെ വീടിൻ്റെ അടുത്തുള്ളതാണ് കേട്ടോ. ഭയങ്കര ഹെൽപ്ഫുള്ളാണ് ആൾ ഇത്താക്ക്. പിന്നെ നമ്മളൊന്ന് ഉമ്മൻ്റെ തറവാട്ടിലേക്ക് പോവാണ് കേട്ടോ. അവിടെ ഇപ്പം വീടില്ല, കാലി സ്ഥലമാണ്. അപ്പോൾ തേങ്ങ വിളിച്ചിട്ട് കുറേ ആയിട്ട് ആരും പോക്കില്ല. കാരണം അവിടെ നിറച്ചു നായ്ക്കളാണെന്ന് പറഞ്ഞിട്ട് പേടിച്ചിട്ട് ആരും പോക്കില്ല. അപ്പോൾ എനിക്ക് എന്തായാലും തേങ്ങ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അല്ലെങ്കിൽ ഒക്കെ പറഞ്ഞു നമുക്ക് പോവാം, എന്തായാലും എല്ലാവർക്കും ഒന്ന് പോയി നോക്കാം അവിടെ എന്താ സ്ഥിതി എന്നുള്ള അറിയാമല്ലോ. തേങ്ങ പൊളിക്കാൻ പാരൊക്കെ ആയിട്ടൊക്കെയാണ് പോകുന്നത്. ചാക്കുമൊക്കെ ഉണ്ട് സംഭവം. അപ്പോൾ അവിടെ പോയപ്പം ഈ തേങ്ങയിലൊക്കെ ഒരുപാട് തേങ്ങ ഒക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ അതിലൊക്കെ വെള്ളം പിടിക്കുക അങ്ങനെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ തറവാട് എന്ന് പറഞ്ഞാൽ ഒരുപാട് നൊസ്റ്റാൾജിയ ഉണർത്തുന്ന ഒരു വീടായിരുന്നു കേട്ടോ. ജംഷാ പറഞ്ഞിട്ടും ഞാൻ കേട്ടിട്ടുണ്ട്, ഇവരൊക്കെ പറഞ്ഞിട്ടുള്ള കേട്ടിട്ടുണ്ട്. ഇങ്ങനെ ഒരു മതിൽക്കെട്ടുകളൊന്നും ഇല്ലായിരുന്നു, തുറന്ന ഒരു സ്ഥലമായിരുന്നു. ഈ ഇത്തൻ്റെ കല്യാണമൊക്കെ ഇവിടെ നിന്നാണല്ലോ കഴിഞ്ഞത്. പിന്നെ ഒരുപാട് മക്കളെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ പ്രസവം, അങ്ങനെ മക്കളെല്ലാവരും വലുതായത് ഒക്കെ ഈ വീട്ടിൽ നിന്നാണ്. അപ്പോൾ ഒരുപാട് നല്ല ഓർമ്മകളൊക്കെ ഉണ്ട് ഇവർക്ക്. പിന്നെ ഇതിപ്പം വിൽക്കാണ് നമ്മൾ, അങ്ങനെ 6.5 സെൻറ്റോ 7 സെൻറ്റോ അങ്ങനെ എന്തോ ഉണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞ് നിങ്ങളെ വീഡിയോയിൽ പറയത് വിൽക്കാനാണ്, ഇവിടെ തിരുവണ്ണൂർ ഒടുമ്പ്ര റോഡിനാണ് ഇത് എന്നൊക്കെ പറയും നിങ്ങളെന്ന് പറയും. അപ്പോൾ എന്നോട് പറഞ്ഞ് മെല്ലെ പറയരുത്, ഉറക്കൂങ്ങി പറയരുത്, സൗണ്ടിൽ പറയണം എന്ന് പറഞ്ഞിരിക്കുന്നു. എൻ്റെ ആദ്യത്തെ വീഡിയോയിലൊന്നും എനിക്ക് അത്ര സ്പീഡും ഇല്ലേനു, ഒച്ചയില്ലായിരുന്നു കേട്ടോ. ഇപ്പോൾ കുറച്ചും കൂടി വോളിയം കൂട്ടി സ്പീഡാക്കിയിരിക്കുന്നു. പക്ഷേ എനിക്ക് ഇതിലും കൂടുതൽ സംസാരിക്കാൻ എനിക്ക് കഴിയില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. അപ്പോൾ ഇതാ ഇവിടെ തേങ്ങ തകൃതിയായിട്ട് കഴിയുന്നുണ്ട് കേട്ടോ. രണ്ട് നാത്തുമാർ എനിക്ക് പറ്റൂല. എന്തായാലും ഞാൻ വലിച്ചു നോക്കിട്ടോ പൊളിക്കാൻ, പക്ഷെ എനിക്ക് കൈകൊണ്ട് പറ്റുന്നില്ല. അങ്ങനെയൊക്കെ മനസ്സിലായി കാണല്ലോ എന്താണെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറ്റായിട്ട് ഞാൻ ആ ദൗത്യം അവിടെ വെച്ച് ചാക്കിലേക്ക് പെറുക്കിയിടലൊക്കെ ആക്കി. അപ്പോൾ രണ്ടാളും ഒരു വിധമൊക്കെ പൊളിച്ചിട്ടിരിക്കണം കേട്ടോ. പിന്നെ അവിടെ കരിവേപ്പിലുണ്ട്, അതുപോലെ മാവുണ്ട്, പ്ലാവുണ്ട്, അങ്ങനെ ഒരുപാട് സംഗതികളൊക്കെ ഉണ്ട് ആ പറമ്പിൽ. പിന്നെ ഇതാ ഒരുവിധം നമ്മൾ പൊളിച്ചിട്ടിരിക്കണ്, ഇനി മതിയാക്കാണ്. പിന്നെ മഴ പെയ്താൽ നമ്മൾ തന്നെ കുടുങ്ങും. അവരോടൊക്കെ പാര വാങ്ങിയിട്ടായിരുന്നു നമ്മൾ ചെയ്തത് കേട്ടോ. അപ്പം അതൊക്കെ അവിടെ വെച്ച് ഒന്നും കൂടിയും അവിടെയൊക്കെ ഒന്ന് ചുറ്റി. നമ്മൾ വിചാരിച്ച് നായ്ക്കളുണ്ട് കേട്ടോ. നായ്ക്കൾ നമ്മളെ കണ്ടപ്പോൾ ഓടിയതാണ്, പക്ഷെ അവിടെ വൃത്തികേടൊന്നും ഇല്ല. എന്തായാലും അങ്ങനെ ഉണ്ട് വിചാരിച്ചിട്ടാണ് ഇവർ ആരും പോവാതെ നിന്നത്. അപ്പോൾ ഇതാ നമ്മൾ തേങ്ങയൊക്കെ പാതിയാക്കി ഇപ്പം അവിടെ കാത്തിക്കുന്നുണ്ട് കൊണ്ടുപോകാൻ. അപ്പോൾ നമ്മളതൊക്കെ പിടിച്ചലിച്ച് കൊണ്ടുപോവാണ് കേട്ടോ. എന്തായാലും പേടി എന്ന് വെച്ചാൽ പാമ്പിനെ പേടിയുണ്ട്, എൻ്റെ സൈഡിലൊക്കെ ഉണ്ടാവും എന്നുള്ളത്. എന്തായാലും ഷർമിത്താത്ത ഓടുന്നുണ്ട് തേങ്ങയിട്ട്, അതിൻ്റെ പിന്നാലെ ഞാനും ഓടുന്നുണ്ട് കേട്ടോ. പക്ഷെ വഴിയൊക്കെ വൃത്തിയുള്ളതാണ്. ആ സൈഡിലാണ് പുല്ല് നിറഞ്ഞിട്ടുള്ളത്, മഴ പെയ്തിട്ടാണ്, അല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ ഇപ്പോൾ അതാരുടെ ട്രിപ്പൊക്കെ ആയിട്ട് തേങ്ങ കൊണ്ടാക്കി പിന്നെ നമ്മളെ വിളിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. എന്തായാലും ഷർമിതാക്ക് വേഗം എൽത്തൂരെത്തണം, മോളായിട്ട് മോനുള്ളതല്ലേ. അപ്പം മഴയൊക്കെ പെയ്താലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം വേഗം ഷർമിത്താനെ കൊണ്ടാക്കി പോവാണ്. ഹലോ, അപ്പം നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ആ സ്ഥലം വിൽക്കാനുള്ളതാണ് കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ ഉണ്ട്, തിരുവണ്ണൂർ എടുക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഒന്ന് എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്നാൽ മതി. സീരിയസ് ആണെങ്കിൽ കോൺടാക്ട് നമ്പർ കൊടുക്കട്ടോ. അപ്പം അങ്ങനെ അപ്പം ഇത്താത്തനെ കൊണ്ടാക്കി വന്നിട്ട് പിന്നെ വിളിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട് ഇഷ്ടം. ഈ വീഡിയോയിൽ ഉമ്മനെ ഞാൻ കാണിച്ചു തന്നിട്ടില്ല, കാരണം ഉമ്മ പാവാണ്. ഞാൻ വീഡിയോ ഒക്കെ എടുക്കുമ്പോൾ ഉമ്മക്ക് ഒരു പ്രശ്നമില്ല, ഉമ്മ നിന്നെടുത്തുണ്ട്. ഇപ്പം നമുക്ക് ഒട്ടുപോയായിട്ട് ക്ഷീണിതമായിട്ട് ഉമ്മ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയില്ല തല കുനിച്ച് നിൽക്കുന്നത്.
ഇനി അവിടെ നിന്നാൽ ശരിയാവില്ല, ടൈം ടപ്പാന്ന് പോകുന്നുണ്ട്. നമ്മളിതാ ചായയൊക്കെ കുടിച്ച് അവിടെ നിന്ന് പോവാം കേട്ടോ. ഇവർ എലത്തൂരിലേക്കൊക്കെ ഓട്ടോ വിളിച്ചിട്ട് രാത്രിയൊക്കെ പോവല്. ഇപ്പം ചെറിയ മോള് വരാത്തത് കൊണ്ടാണ് കേട്ടോ വേഗം പോകുന്നത്. അപ്പം അവർ പോയ പിന്നാലെ തന്നെ നമ്മളും ഓട്ടോ വിളിച്ചിട്ടുണ്ട്. അപ്പം ഇവർ സ്ഥിരം പോകുന്ന ആളാണ് കേട്ടോ ഒക്കെ. അപ്പം നമ്മൾ ആ വണ്ടിയിലാണ് പോകുന്നത്. കുറച്ച് തേങ്ങയൊക്കെ എടുത്തിട്ടുണ്ട്. സംഭവം അങ്ങനെ കറിവേപ്പിലുണ്ട്, അതൊക്കെ ആയിട്ട് പോവാണ്. പിന്നെ ഇതാ പോകുന്ന പോക്കിന് നമുക്ക് കുറച്ച് ചിക്കനൊക്കെ വാങ്ങേണ്ടിയിരുന്നു. രാത്രിത്തെ പരിപാടിയൊക്കെ ഉണ്ടല്ലോ, ഉച്ചയ്ക്ക് ഇവിടെ ആയിരുന്നായിട്ട്. അപ്പം അതൊക്കെ വാങ്ങി നമ്മൾ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഉമ്മയും പെങ്ങന്മാരൊക്കെ എടുക്കുക നമ്മളവിടെയൊക്കെ വരുമ്പോൾ ഈ ഓട്ടോ വിളിച്ചെടുത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരായ പറമ്പിൻ്റെ ഉള്ളിലേക്കൊക്കെ നമ്മളാക്കി തന്നിട്ടുണ്ട്. അങ്ങനെ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പുതിയതായിട്ട് ആരെയും കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് കാണണം കേട്ടോ. അപ്പോൾ അടുത്ത നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.